UDF ക്യാമ്പ് സന്തോഷത്തിൽ നിൽക്കുമ്പോൾ BJP ക്യാമ്പിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. അതായത് ദേശീയ കൗൺസിൽ അംഗമായ N. ശിവരാജൻ പറഞ്ഞിരിക്കുന്നത് ഈ പരാജയം എന്ന് പറയുമ്പോൾ അത് വലുതാണോ ചെറുതാണോ എന്നൊക്കെ പറയാമെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പരാജയം അതെ ശിവരാജൻ എന്ന് പറഞ്ഞാൽ ശിവരാജൻ ആദ്യം തന്നെ ശോഭാ സുരേന്ദ്രന് വേണ്ടി പറഞ്ഞ ആളാണ്. ശോഭാ സുരേന്ദ്രനാണ് നല്ല കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാണ് ശിവരാജൻ. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ അല്ല, ആരാണ് സുരേന്ദ്രൻ അല്ലെങ്കിൽ വി മുരളീധരൻ, ഇവരിൽ ആരെങ്കിലും ഇലക്ഷൻ മുമ്പത്തെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ അല്ല, എന്താണ് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷവും അദ്ദേഹം പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണെങ്കിൽ അപ്പോൾ തന്നെ ജയിച്ചേനെ. കൃഷ്ണകുമാർ ആകുമ്പോഴേക്കും വോട്ടെണ്ണി കഴിഞ്ഞ് പറയാൻ പറ്റൂ എന്ന് ശിവരാജൻ പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് അതൃപ്തി അക്കാലം മുതലേ ഉണ്ട്. അതൊരിക്കൽ കൂടി പാലക്കാട് എന്ന് പറയുന്നത് BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ്, ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്ന മണ്ഡലമാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു പരാജയം വരുമ്പോൾ അദ്ദേഹം തീർച്ചയായും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പോസ്റ്റ് ഇലക്ഷന് ശേഷം അല്ലെ കൗണ്ടിങ്ങിന് ശേഷം പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമായ കാര്യമാണ്. എന്തായാലും ആ പൊട്ടിത്തെറി ശിവരാജേട്ടനിൽ നിൽക്കോ കൂടുതൽ നേതാക്കൾ ഏറ്റുപിടിക്കുമോ? മേൽക്കൂര അഴിച്ചുപണിയണം എന്നൊക്കെ ഇന്നലെ പറഞ്ഞു. അടിത്തറയിൽ ഒരു പ്രശ്നവും ഇല്ല, സാധാരണ പ്രവർത്തകരാ. മേൽക്കൂര ഒന്ന് അഴിച്ചുപണിയേണ്ടി വരും, ചോർച്ചയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ ആരെയാണ് ഉന്നവിടുന്നതെന്ന് നമുക്ക് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ. ഓക്കെ, പക്ഷെ അടിത്തറ ശക്തമാണെങ്കിൽ പാലക്കാട് നഗരസഭയിലൊക്കെ UDF 4,000 വോട്ടിനടുത്ത് ലീഡ് വരുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ട്, സീരിയസ് ആയിട്ടുണ്ട്. എന്തായാലും അത് പാലക്കാട്ടെ BJP ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന കൊടിയ പരാജയം തന്നെയാണ്, തർക്കമില്ല. ദേശീയ നേതാക്കളിൽ തുടങ്ങി പാർട്ടി പ്രവർത്തകരും അണികളും അനുഭാവികളും വരെ പാലക്കാട്ടെ തോൽവിയിൽ വിമർശനവുമായി രംഗത്തെത്തി. K. സുരേന്ദ്രൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നയിച്ചിട്ടും ഇത്ര വലിയ തോൽവി എങ്ങനെ ഉണ്ടായെന്നാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായനെയെന്ന് ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ ഇന്നലെ തന്നെ 24-ലൂടെ തുറന്നടിച്ചു. ശോഭാ സുരേന്ദ്രനോ വി മുരളീധരനോ K. സുരേന്ദ്രനോ റിസൾട്ട് വേറെ മറിച്ചാകാമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് തോൽവിയെക്കുറിച്ച് വിശദമായി പഠിക്കുമെന്ന് C. കൃഷ്ണകുമാറും ജില്ലാ നേതൃത്വവും വ്യക്തമാക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ വലിയ ആഭ്യന്തര കലഹത്തിന് പാലക്കാട്ടെ തോൽവി വഴിവെക്കുമെന്നുറപ്പ്. ശോഭയെ പരിഗണിക്കാതിരുന്നതും സന്ദീപ് വാര്യരെ അപമാനിച്ച് ഇറക്കിവിട്ടതും ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നഗരസഭയിലെ വോട്ടു ചോർച്ചയാണ് BJP ക്യാമ്പിന് വലിയ തിരിച്ചടിയായത്. അടിയന്തര അഴിച്ചുപണികൾ ഉണ്ടായില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ലെന്ന ആശങ്കയും ഒരു വിഭാഗത്തിനുണ്ട്. 24 പാലക്കാട്.